മരണപ്പൊഴിയായി തുടരുന്ന മുതലപ്പൊഴിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഹാർബർ എഞ്ചിനീയർ ഓഫീസ് ഉപരോധത്തിനിടെ മുതലപ്പൊഴിയിൽ സംഘർഷം. എഞ്ചിനീയറിംഗ് ഓഫീസിന്റെ ചില്ല് പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ റോഡ് ഉപരോധത്തിന് പിന്നാലെയാണ് സംഘർഷം രൂക്ഷമായത്. റിനു ശ്രീധർ ചേരുന്നു നമുക്കൊപ്പം. റിനു ശ്രീധർ, മുതലപ്പുഴയിൽ ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാതെ ഏതാനും മണിക്കൂറുകൾ മാത്രം പണിയെടുത്ത് ആ ഡ്രഡ്ജർ അവിടെ വിശ്രമത്തിലാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പൊഴി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ അത് അവരുടെ ജീവനാണ് എടുക്കുന്നതെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്നത്തെ ഈ സംഘർഷത്തിലേക്ക് എങ്ങനെയാണ് സാഹചര്യം പോയത്? സുജയ, ഒരു ദിവസത്തെയല്ല, നിരവധി ദിവസങ്ങളുടെ സമരത്തിന്റെ ഫലമായിട്ടാണ് സർക്കാർ ഈ മുതലപ്പുഴയിലെ മണൽ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ നടത്തുകയും ട്രെഡ്ജർ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ട്രെഡ്ജർ എത്തിച്ചിട്ടും മണൽ നീക്കം ചെയ്യുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഈ ട്രെഡ്ജർ തകരാറിലായിട്ട് ഇന്ന് 3 ദിവസം പിന്നിടുന്നു. ഈ 3 ദിവസമായും ഈ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുവാൻ വേണ്ടി ആയെങ്കിലും അവർ ആ ചർച്ചയ്ക്ക് എത്തുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. തുടർന്നാണ് ഇന്ന് രാവിലെ വലിയ രീതിയിൽ റോഡ് ഉപരോധം നടത്തിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധത്തിലേക്ക് രംഗത്ത് എത്തുകയും ചെയ്തത്. ഏകദേശം 4 മണിക്കൂറോളം റോഡ് ഉപരോധം നടക്കുകയും ചെയ്തു. അതിന് ശേഷമാണ് ഹാർബർ എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഈ മത്സ്യത്തൊഴിലാളികൾ എത്തുന്നത്. ഏകദേശം 5 മണിക്കൂറോളം ഇപ്പോഴും പിന്നിടുന്നു ഈ ഒരു പ്രതിഷേധ സമരം ഇവിടെ ഉണ്ടായിട്ട്. ഇവർക്ക് ആവശ്യമായി മുന്നോട്ട് വെക്കുന്നത് അടിയന്തരമായി ട്രെഡ്ജറിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മണൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ്. പക്ഷേ ഈ ഓഫീസിനകത്ത് കയറി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ഈ ചില്ലുകളെല്ലാം തന്നെ ഓഫീസ് മത്സ്യത്തൊഴിലാളികൾ അടിച്ചു തകർക്കുന്നു. ആ മത്സ്യത്തൊഴിലാളികൾ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പക്ഷേ അവർ ഉന്നയിച്ച ആവശ്യമുണ്ടല്ലോ, അത് ആ പൊഴിയിൽ ഡ്രഡ്ജർ എത്തിച്ചിട്ട് അത് ഒന്നിനും കൊള്ളാത്ത ഡ്രഡ്ജറാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായതാണ്. അത് നന്നാക്കി ഇങ്ങനെ മറ്റേ പപ്പുവിന്റെ റോഡ് റോളർ കിടക്കുന്നത് പോലെ അത് അവിടെ കിടക്കുകയാണല്ലോ. റിനു, അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? തീർച്ചയായും ഇത്തരമൊരു പ്രതിഷേധം നടത്തിയിട്ടും അതിനൊരു പരിഹാരം, ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ പക്കൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ ഒരു ട്രെഡ്ജർ ഇനി പൂർണ്ണമായി യോഗ്യമാക്കി എടുക്കുവാൻ വേണ്ടി കഴിയില്ല, അല്ലെങ്കിൽ നന്നാക്കി എടുക്കുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇനി ലക്ഷങ്ങൾ ചിലവാക്കേണ്ട ആവശ്യവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇവരെ പറഞ്ഞു പറ്റിക്കുന്നു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഓരോ ദിവസവും ഓരോരുത്തർ വരുന്നു, ഇതിനെ ഇപ്പോൾ ശരിയാക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇതിനെ ശരിയാക്കി മണൽ നീക്കം നടത്തുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഏകദേശം 50ഓളം ജീവനുകൾ ഈ മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികളുടേതായി പൊലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പക്ഷേ ഉദ്യോഗസ്ഥരും ഫിഷറീസ് മന്ത്രി അടക്കം സ്ഥലത്തെത്തി ഇവർക്ക് ശാശ്വതമായി പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും നിരവധി തവണ ഇവർ ചർച്ചയ്ക്കൊക്കെ തന്നെ പങ്കെടുത്തതാണ്. പക്ഷേ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരത്തിന് തയ്യാറായില്ല. എന്തായാലും ഇപ്പോൾ ഈ ജനൽ ചില്ല് അടിച്ച് തകർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ഒരാളെ ചില്ലടിച്ചയാളെ കസ്റ്റഡിയിലെടുത്താൽ അവർ ഉന്നയിച്ച പ്രശ്നം അവിടെ ഇല്ലാതാകുന്നില്ല, മണൽ നീക്കം നടക്കുന്നില്ല. അതിനാദ്യം ഒരു പരിഹാരം കാണുക. മണൽ നീക്കാൻ കൊണ്ടുവന്ന സാധനം അവിടെ വെറുതെ കിടക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് കേടാകുന്നത് നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് അധികൃതർ ശ്രമിക്കേണ്ടത്. മുതലപ്പൊഴിക്കാർക്കൊപ്പമാണ് എന്തായാലും ഈ ഘട്ടത്തിൽ നമ്മൾ നിൽക്കേണ്ടത്. ഫൈറ്റ് ഫോർ ജസ്റ്റിസ്, അവരുടെ ആവശ്യം ന്യായമാണ്. ആ ന്യായമായ ആവശ്യം അവിടെ നടപ്പാകണം.